ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ TV, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന മ്യൂട്ടഡ് ഓപ്പണിങ്ങും അതുപോലെ തന്നെ വൊളാറ്റിലിറ്റിയും തന്നെയാണ്. ധാരാളം Q4 റിസൾട്ടുകൾ ഇന്ത്യയിൽ വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഗ്ലോബൽ മാർക്കറ്റ് സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ഏഷ്യയിൽ ഇന്ന് മെജോറിറ്റി മാർക്കറ്റുകളും മോർണിംഗിൽ ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ചൈനീസ് മാർക്കറ്റിൽ മാത്രമാണ് ഒരു വൊളാറ്റിലിറ്റി കാണുന്നത്. ഇന്നലെ അതുപോലെ തന്നെ ബുധനാഴ്ചയൊക്കെ അമേരിക്കൻ ഇൻഡെക്സുകൾ പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്ത് റെക്കോർഡ് ഹൈയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അമേരിക്കയിൽ പൊതുവെ ഡിഫൻസ് റിലേറ്റഡ് സ്റ്റോക്കുകൾ, ടെക്നോളജി സ്റ്റോക്കുകൾ തന്നെയാണ് കഴിഞ്ഞ 2 ദിവസങ്ങളിലും റാലി നടത്തിയിട്ടുള്ളത്. ഹാർഡ്വെയർ റിലേറ്റഡ്, മെമ്മറി റിലേറ്റഡ് സ്റ്റോക്കുകളെല്ലാം തന്നെ ഇന്നലെ വലിയ രീതിയിലാണ് മുന്നേറിയിരിക്കുന്നത്. റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്ത് റെക്കോർഡ് ഹൈയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഡെൽ ടെക്നോളജീസ് ഇന്നലെ പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരുന്നു. ആഫ്റ്റർ അവേഴ്സിൽ ഡെൽ ടെക്നോളജീസ് ട്രേഡ് ചെയ്യുന്നത് 40% ബെറ്റർ ആയിട്ടാണ്. ഡെൽ ടെക്നോളജീസിന്റെ Q1 റിസൾട്ട് പുറത്ത് വന്നിരുന്നു. ബെറ്റർ ദാൻ എക്സ്പെക്ടേഷൻസ് ആണ്. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ആണ് ആഫ്റ്റർ അവേഴ്സിലുള്ളത്. ഇന്നലെ നോക്കുകയാണെങ്കിൽ സാൻഡിസ്ക്, മൈക്രോൺ, AMDC, ഗേറ്റ്, വെസ്റ്റേൺ ഡിജിറ്റൽ, അതുപോലെ തന്നെ ബ്രോഡ്കോം, അപ്ലൈഡ് മെറ്റീരിയൽസ്, ഈ സ്റ്റോക്കുകളെല്ലാം തന്നെ പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്ത് റെക്കോർഡ് ഹൈയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് രംഗത്തുള്ള IonQ റെക്കോർഡ് ഹൈനടുത്തേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനർഗസ് കോർപ്പറേഷൻ നമ്മൾ ജനുവരിയിൽ ഇൻവെസ്റ്റേഴ്സിന് റെക്കമെൻഡ് ചെയ്ത ഒരു സ്റ്റോക്കാണ്. $4 ആയിരുന്നു നമ്മൾ റെക്കമെൻഡ് ചെയ്യുമ്പോൾ. ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നത് $27.45 പെർ ഷെയർ ആണ്. D-Wave ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് രംഗത്തുള്ള ഒരു സ്റ്റോക്ക് തന്നെയാണ്, വീണ്ടും മുന്നേറിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ക്വാൽകോം ചിപ്പ് മേക്കിംഗ് കമ്പനിയാണ്, മുന്നേറിയിരിക്കുകയാണ്. അതേസമയം റീസെൻ്റ് ആയിട്ട് IPO വന്നിട്ടുള്ള സെറിബ്രാസ് സിസ്റ്റം ഇൻകോർപ്പറേഷൻ ഇന്നലെ താഴെയാണ്. $242.59 പെർ ഷെയറിനാണ് ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നത്. പൊതുവെ ടെക്നോളജി, ഹാർഡ്വെയർ റിലേറ്റഡ്, അതുപോലെ തന്നെ ഡിഫൻസ് റിലേറ്റഡ് സ്റ്റോക്കുകളൊക്കെ തന്നെയാണ് വലിയ രീതിയിൽ മുന്നേറുന്നത്. അമേരിക്കയിൽ ഡ്രോൺ മാനുഫാക്ചറിങ്ങിന് ഗവൺമെൻറ് സഹായം നൽകിയേക്കും എന്നുള്ള റിപ്പോർട്ടുണ്ട്. പല ഡ്രോൺ സ്റ്റോക്കുകളും 55-60% വരെയൊക്കെ ഇന്നലെ മുന്നേറിയിട്ടുണ്ട്. അത്തരത്തിലുള്ള മുന്നേറ്റം അടുത്ത ദിവസങ്ങളിൽ ഈ സ്റ്റോക്കുകളിലൊക്കെ കാണാനുള്ള സാധ്യതകളുണ്ട്. ഇനി കമോഡിറ്റി സെഗ്മെന്റ് നോക്കുകയാണെങ്കിൽ ഗോൾഡ് ഒരവസരത്തിൽ ബുധനാഴ്ച വൈകുന്നേരം ഇന്നലെയൊക്കെയായിട്ട് $4,365.8 പെർ ഔൺസ് വരെയൊക്കെ താഴെ വന്നിരുന്നു. അതിനുശേഷം വീണ്ടും മുന്നേറിയിരിക്കുകയാണ്. ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്ന $4,510 പെർ ഔൺസിനാണ്. സിൽവർ $71.67 പെർ ഔൺസ് വരെയൊക്കെ താഴെ വന്നിരുന്നുണ്ട്. മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്ന $76 പെർ ഔൺസിനാണ്. മറ്റ് കമോഡിറ്റികളെല്ലാം തന്നെ ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നത് ബെറ്റർ ആയിട്ടാണ്. ഇന്ന് മോർണിംഗിലും ബെറ്ററാണ്. അതേസമയം ബ്രന്റ് ക്രൂഡ് ഓയിൽ സ്ലൈറ്റ്ലി വീക്കാണ്. $95 പെർ ബാരലിനാണ് ട്രേഡ് ചെയ്യുന്നത്. ബുധനാഴ്ച ഇന്ത്യൻ റുപ്പി US ഡോളറിന് എഗൻസ്റ്റ് ആയിട്ട് വീണ്ടും വീക്കായിട്ടാണ് ക്ലോസ് ചെയ്തിരുന്നത്. 95.78 രൂപ പെർ ഡോളറിനാണ് ബുധനാഴ്ച ക്ലോസ് ചെയ്തിരുന്നത്. ഇന്ന് എക്സ്പെക്ട് ചെയ്യുന്നത് ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ലെവല് അല്ലെങ്കിൽ സ്ലൈറ്റ് റിക്കവറിയാണ് റുപ്പിയുടെ കാര്യത്തിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ഇന്ന് ധാരാളം Q4 റിസൾട്ടുകൾ പുറത്തു വരുന്നുണ്ട്. 700-ലധികം കമ്പനികൾ Q4 റിസൾട്ടുകൾ പുറത്തു വിടുന്നുണ്ട്. അതോടൊപ്പം തന്നെ ബുധനാഴ്ച ട്രേഡിംഗ് ക്ലോസ് ചെയ്തതിന് ശേഷം വന്നിട്ടുള്ള Q4 റിസൾട്ടുകൾ നോക്കുകയാണെങ്കിൽ ബേജൽ പ്രൊജക്ട്സ്, സ്കൈ ഗോൾഡ്, ആദിത്യ ഇൻഫോടെക്, റാംകോ ഇൻഡസ്ട്രീസ്, ISGC ഹെവി ഇൻഡസ്ട്രീസ്, വഡിലാൽ ഇൻഡസ്ട്രീസ്, സുപ്രിയ ലൈഫ് സയൻസസ്, ഈ കമ്പനികളൊക്കെ ബെറ്റർ ദാൻ എക്സ്പെക്റ്റേഷൻസ് ആണ് Q4 റിസൾട്ടുകൾ കാഴ്ചവെച്ചിരിക്കുന്നത്. അതിനനുസരിച്ചുള്ള ഒരു ഇമ്പാക്റ്റ് ഒക്കെ ഈ സ്റ്റോക്ക് പ്രൈസസിൽ കാണാനുള്ള ചാൻസസ് ഉണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് ഓർഡർ ബാങ്കിങ് ന്യൂസുകൾ നോക്കുകയാണെങ്കിൽ HBL എഞ്ചിനീയറിംഗ് 1,714 കോടി രൂപ വരെ കവച് ഓർഡർ ബാഗ് ചെയ്തിട്ടുണ്ട്. ഒപ്പം TVS ശ്രീചക്ര ടയേഴ്സ് 220 കോടി രൂപ സ്പെൻഡ് ചെയ്യാണ് കപ്പാസിറ്റി എക്സ്പാൻഷന് വേണ്ടിയാണ്. ആക്മ സോളാറിൻ്റെ ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റത്തിൻ്റെ ഒരു ഫേസ് കൂടി രാജസ്ഥാനിൽ കമ്മീഷൻ ചെയ്തിട്ടുണ്ട്. റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ AGM വരുന്നത് ജൂൺ 19-നാണ്. ജൂൺ 5-നാണ് റെക്കോർഡ് ഡേറ്റ് ഡിവിഡൻഡിനുള്ളത് ഫിക്സ് ചെയ്തിരിക്കുന്നത്. ലിൻഡെ ഇന്ത്യ ഓക്സിജൻ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അവർ ജിൻഡാൽ സ്റ്റെയിൻലെസ്സിന് നൽകിയിട്ടുള്ള പ്ലാന്റിൽ നിന്നാണ് ലിൻഡെ ഇന്ത്യനെ സംബന്ധിച്ച്
പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. അതോടൊപ്പം തന്നെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ധാരാളം അനൗൺസ്മെൻറ്റുകൾ വന്നേക്കും എന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. ഫോറിൻ ഇൻഫ്ലോ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയാണ്. ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സിൽ കുറവ് വരുത്തിയേക്കും എന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. അതോടൊപ്പം തന്നെ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സിൻ്റെ മേൽ ഏർപ്പെടുത്തിയിരുന്ന വിത്ത്ഹോൾഡിംഗ് ടാക്സ് ഉണ്ട്. ഇൻട്രസ്റ്റിന്മേലും ഗവൺമെൻറ് ബോണ്ടിന്മേലുള്ള പ്രോഫിറ്റിന്മേൽ ആ ടാക്സും വിഡ്രോ ചെയ്തേക്കും എന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. ഒപ്പം ഇന്ത്യൻ റെസിഡൻസിന് ഓവർസീസ് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ലിബറലൈസ്ഡ് റെമിറ്റൻസ് സ്കീമിൽ കൂടെ ഇപ്പോൾ $2,50,000 പെർ ആനം, അതായത് ഒരു വർഷത്തിൽ $2.5 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്യാം. അത് കുറച്ച് $1.25 ലക്ഷം ഡോളറായിട്ട് കുറയ്ക്കുമെന്നുള്ള ഒരു റിപ്പോർട്ടുണ്ട്. തീർച്ചയായിട്ടും ഇത് ലിബറലൈസ്ഡ് റെമിറ്റൻസ് സ്കീമിൽ കൂടെ വലിയ രീതിയിൽ ഓവർസീസ് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് സ്ലൈറ്റ് നെഗറ്റീവാണ്. ഒരു ടെമ്പററി മെഷർ ആയിരിക്കും. എന്നിരുന്നാലും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് വരാൻ പോകുന്ന ഇത്തരത്തിലുള്ള അനൗൺസ്മെൻറ്റ് തീർച്ചയായിട്ടും ഇന്ത്യൻ എക്കണോമിനെ സംബന്ധിച്ച് പോസിറ്റീവ് ആയിരിക്കും. അതുപോലെ തന്നെ വീണ്ടും ഗോൾഡ് ഇമ്പോർട്ടിന്മേലും സിൽവർ ഇമ്പോർട്ടിന്മേലും ഒക്കെ കൺട്രോൾ കൊണ്ടുവന്നേക്കും എന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. ഓപ്പൺ ഡൊമസ്റ്റിക് ഗോൾഡ് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാമെന്ന തരത്തിലുള്ള ഒരു അനൗൺസ്മെൻറ്റും വന്നേക്കും എന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള അനൗൺസ്മെൻറ്റ് ഒരുപക്ഷെ ഗോൾഡ് പ്രൈസിലൊക്കെ ഒരു വൊളാറ്റിലിറ്റി കാണിക്കാനുള്ള സാധ്യതകളുണ്ട്. ഓയിൽ ഇന്ത്യ വേസ്റ്റ് മാനേജ്മെൻറ്റ് രംഗത്തേക്കും കൂടി കടക്കുകയാണ്. അവർ സബ്സിഡിയറി വേസ്റ്റ് മാനേജ്മെൻറ്റ് JV ഫോം ചെയ്തിട്ടുണ്ട്. ഓയിൽ ഇന്ത്യനെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. വേദാന്ത, അതുപോലെ തന്നെ വേദാന്ത അലുമിനിയം, വേദാന്ത പവർ, ഈ കമ്പനികളുടെ റേറ്റിംഗ് ഒക്കെ 10 വർഷത്തെ ഹയസ്റ്റ് ലെവലിലേക്ക് ഉയർത്തിയിരിക്കുകയാണ് റേറ്റിംഗ് ഏജൻസികൾ. ഈ കമ്പനികളെ സംബന്ധിച്ച് പോസിറ്റീവായിട്ട് ന്യൂസ് തന്നെയാണ്. വേദാന്തനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ജൂൺ മാസത്തിലാണ് വേദാന്ത അലുമിനിയം അതുപോലെ തന്നെ മറ്റ് 3 കമ്പനികൾ കൂടി ലിസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഡീമർജർ വാങ്ങിയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചൊക്കെ വളരെ പോസിറ്റീവായിട്ടുള്ള റിട്ടേൺ ആണ് ഈ ഡീമർജറിൽ നിന്ന് ലഭിക്കാൻ പോകുന്നത്. പ്രത്യേകിച്ച് വേദാന്ത അലുമിനിയൊക്കെ ലിസ്റ്റ് ചെയ്യുമ്പോൾ മിക്കവാറും $500 മുകളിൽ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. ഇപ്പോഴത്തെ അലുമിനിയം റിലേറ്റഡ് ന്യൂസ് ഫ്ലോസ് അതുപോലെ തന്നെ ഇന്റർനാഷണൽ ന്യൂസ് ഫ്ലോസ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് അത്തരത്തിലുള്ള വിലയിരുത്തലാണ് ഉള്ളത്. അതോടൊപ്പം തന്നെ ഹിൻഡാൽകോ വീണ്ടും വലിയ രീതിയിൽ മുന്നേറിയേക്കാം. ഇന്നലെ ആൽക്കോവ അമേരിക്കയിലെ ഉള്ള അലുമിനിയം ജയന്റ് ആണ് 52 വീക്ക് ഹൈ ാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. പൊതുവെ ഈ ന്യൂസ് ഹിൻഡാൽക്കോനെ സംബന്ധിച്ച് പോസിറ്റീവ് ആണ്. അതുകൊണ്ട് തന്നെ ഹിൻഡാൽക്കോ ഇന്നൊരു പോസിറ്റീവ് റിയാക്ഷൻ കാണിക്കാനുള്ള സാധ്യതകളുണ്ട്. ഇതൊക്കെയാണ് പൊതുവെ ഡൊമസ്റ്റിക് ആയിട്ടുള്ള ന്യൂസ് ഫ്ലോസ്. ഇന്നലെ അമേരിക്കയിലെ ഡ്രോൺ കമ്പനികളെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. ഡ്രോൺ കമ്പനികൾ വലിയ രീതിയിലുള്ള റാലിയാണ് നടത്തിയിട്ടുള്ളത്. അൺയൂഷ്വൽ മെഷീൻസ് ആണ് ഏറ്റവും കൂടുതൽ റാലി നടത്തിയിട്ടുള്ളത്. 57.2% ഇന്നലെ മുന്നേറിയിരിക്കുന്നത്. അതുപോലെ തന്നെ സ്വാമർ ഇൻകോർപ്പറേഷൻ 16.95% ഇന്നലെ മുന്നേറിയിരിക്കുന്നത്. ഓണ്ടാസ് ഹോൾഡിംഗ് ഇൻകോർപ്പറേഷൻ 22.55% മുന്നേറിയിരിക്കുന്നത്. ഹാങ് ഹോൾഡിങ്സ് 7.43% മുന്നേറിയിട്ടുണ്ട്. അതുപോലെ തന്നെ സേഫ് പ്രോ ഗ്രൂപ്പ് ഇൻകോർപ്പറേഷൻ 20.22% മുന്നേറിയിരിക്കുകയാണ്. ഒപ്പം ക്രാറ്റോസ് ഡിഫൻസ് സെക്യൂരിറ്റി സൊല്യൂഷൻസ് നല്ല രീതിയിൽ മുന്നേറിയിട്ടുണ്ട്. റെഡ് കാറ്റ് ഹോൾഡിങ്സ് 32.61% മുന്നേറിയിരിക്കുകയാണ്. ഈ കമ്പനികളൊക്കെ തന്നെയാണ് വലിയ രീതിയിൽ ഡ്രോൺ മേക്കിംഗ് അമേരിക്കയിൽ നടത്തുന്നത്. അതോടൊപ്പം പിന്നെ റെക്സ് ഡ്രോൺ ETF ഉണ്ട്. ഈ ETF പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള സ്റ്റോക്കുകൾ തന്നെയാണ് അമേരിക്കയിൽ വീണ്ടും മുന്നേറിക്കൊണ്ടിരിക്കുന്ന. അടുത്ത ദിവസങ്ങളിലും ഇത്തരത്തിലുള്ള സ്റ്റോക്കുകൾ മുന്നേറാനുള്ള സാധ്യതകളുണ്ട്. ലിബറലൈസ്ഡ് റെമിറ്റൻസ് സ്കീമിൽ കൂടെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിന് കൺസിഡർ ചെയ്യാവുന്ന സ്റ്റോക്കുകളൊക്കെ തന്നെയാണ് ഈ സ്റ്റോക്കുകൾ. പ്രത്യേകിച്ച് അൺയൂഷ്വൽ മെഷീൻസ്, ട്രംപിന്റെ ഫാമിലിക്ക് അതിൽ സ്റ്റേക്ക് ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഒക്കെ കണ്ടേക്കാം. അതോടൊപ്പം തന്നെ ക്രാറ്റോസ് ഡിഫൻസ് സെക്യൂരിറ്റി സൊല്യൂഷൻസ്, സേഫ് പ്രോ ഗ്രൂപ്പ് ഇൻകോർപ്പറേഷൻ, അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ സജസ്റ്റ് ചെയ്തിരുന്ന പല സ്റ്റോക്കുകളും ഉണ്ട്. ETFകളൊക്കെ ഉണ്ട്. ഈ സ്റ്റോക്കുകളും അമേരിക്കയിൽ നിന്ന് ലിബറലൈസ്ഡ് റെമിറ്റൻസ് സ്കീമിൽ കൂടെ ഇൻവെസ്റ്റേഴ്സിന് ബൈ ആവുന്ന സ്റ്റോക്കുകളാണ്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ സജസ്റ്റ് ചെയ്തിട്ടുള്ള ഗ്ലോബൽ എക്സ് റോബോട്ടിക് AI ETF ഇന്നലെ വീണ്ടും മുന്നേറിയിരിക്കുകയാണ്. റൗണ്ട് ഹിൽ ഹ്യൂമനോയിഡ് റോബോട്ട് ETF ഫ്ലാറ്റ് ക്ലോസിംഗ് ആണ്. റൗണ്ട് ഹിൽ മെമ്മറി ETF നമ്മൾ റെക്കമെൻഡ് ചെയ്തതിന് ശേഷം അറൌണ്ട് 24% ആണ് മുന്നേറിയിരിക്കുന്നത്. ഇന്നലെയും പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്ത് റെക്കോർഡ് ഹൈയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഒപ്പം ക്രെയിൻ സ്റ്റെയർ ഗ്ലോബൽ ഹ്യൂമനോയിഡ് ETF ഇന്നലെ പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരിക്കുകയാണ്.
അതോടൊപ്പം തന്നെ നമ്മൾ പുതുതായിട്ട് സജസ്റ്റ് ചെയ്യുന്ന ക്രെയിൻ സ്റ്റേഴ്സ് AI ടെക്നോളജി ETF ഉണ്ട്. AGIX എന്നാണ് ഇതിൻ്റെ കോഡ് വരുന്നത്. ഇന്നലെ പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്ത് റെക്കോർഡ് ഹൈയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പുതിയൊരു ETF കൂടി നമ്മൾ ഇൻവെസ്റ്റേഴ്സിന് സജസ്റ്റ് ചെയ്യുന്നുണ്ട്. DAN IVS വെഡ് പുഷ് AI റെവല്യൂഷൻ ETF. ഇത് ഇന്നലെ അമേരിക്കയിൽ വീണ്ടും പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ ETFകൾ അമേരിക്കയിൽ നിന്ന് സ്റ്റോക്കുകൾ വാങ്ങുന്ന റെസിഡന്റ് ഇൻഡിവിജ്വൽസിന് ലിബറലൈസ്ഡ് റെമിറ്റൻസ് സ്കീമിൽ കൂടെ വാങ്ങാവുന്നതാണ്. ഷെയർ വെൽത്ത് അതിനുള്ള ഫെസിലിറ്റി ഒരുക്കിയിട്ടുണ്ട്. NSEയുടെ ഇന്റർനാഷണൽ എക്സ്ചേഞ്ച് ഉണ്ട്. NSE INXൽ കൂടെ ഇൻവെസ്റ്റേഴ്സിന് അക്കൗണ്ട് ഓപ്പൺ ചെയ്തുകൊണ്ട് ഇത്തരത്തിലുള്ള ETFകളും സ്റ്റോക്കുകളും ഒക്കെ വാങ്ങാവുന്നതാണ്. അപ്പം നമ്മൾ ഇന്ന് എക്സ്പെക്ട് ചെയ്യുന്നത് വീണ്ടും ഒരു വൊളാറ്റിലിറ്റിയും അതുപോലെ തന്നെ Q4 റിസൾട്ടുകൾക്ക് അനുസരിച്ചിട്ടുള്ള മൂവ്മെന്റ് ആണ്. അമേരിക്കയിൽ നോക്കുകയാണെങ്കിൽ Q1 റിസൾട്ട് സീസൺ ആണ്. ഇന്ത്യയിൽ ഈ ആഴ്ചയോട് കൂടിയിട്ട് Q4 റിസൾട്ട് സീസൺ എൻഡ് ചെയ്യാണ്. തീർച്ചയായിട്ടും നല്ല റിസൾട്ടുകൾ കാഴ്ചവെച്ചിട്ടുള്ള സ്റ്റോക്കുകൾ വീണ്ടും മുന്നേറാനുള്ള സാധ്യതകളാണ് കാണുന്നത്. അതോടൊപ്പം തന്നെ എല്ലാവരും ഇപ്പോൾ എക്സ്പെക്ട് ചെയ്യുന്നത് മിഡിൽ ഈസ്റ്റ് ക്രൈസിസ് തീർച്ചയായിട്ടും അടുത്ത ദിവസങ്ങളിൽ ഒത്തുതീർന്നേക്കും എന്നുള്ളൊരു എക്സ്പെക്ടേഷനാണ്. വൊളാറ്റിലിറ്റിയും അതുപോലെ തന്നെ ട്രംപിന്റെ ഭാഗത്തു നിന്നുള്ള സ്റ്റേറ്റ്മെന്റുകളുടെ മാറ്റങ്ങളൊക്കെ ഉണ്ടായേക്കാം. പക്ഷെ എല്ലാവർക്കും ഈ ഒത്തുതീർപ്പ് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഒരു ഒത്തുതീർപ്പ് ഉണ്ടാവും എന്നുള്ള എക്സ്പെക്ടേഷനിലാണ് 60% അനലിസ്റ്റുകളും അതുപോലെ തന്നെ ജനങ്ങളൊക്കെ തിങ്ക് ചെയ്യുന്നത്. അതിനനുസരിച്ചൊരു മൂവ്മെന്റ് ഒരു പക്ഷേ ഈ ഒത്തുതീർപ്പ് ഒഫീഷ്യലി അനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റോക്ക് മാർക്കറ്റുകളിലൊക്കെ കാണാനായിട്ട് സാധിക്കും. അത്തരത്തിലുള്ള മൂവ്മെന്റ് നമ്മളെ സംബന്ധിച്ചും കാണാനായിട്ട് സാധിക്കും. എന്നിരുന്നാലും നമ്മളെ സംബന്ധിച്ച് ഗവൺമെന്റ് അനൗൺസ്മെന്റുകളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനനുസരിച്ചുള്ള മൂവ്മെന്റ് ഒക്കെ നമ്മുടെ മാർക്കറ്റിൽ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ട്രേഡിന്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമന്ററിയോട് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.